ഹായ് മക്കളെ, 2025 ജെഇക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, ഈ വർഷം ബോർഡ് എക്സാം എഴുതി അടുത്ത കൊല്ലം ജെഇ എഴുതാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളെടുത്താണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. അതും പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിനെ കുറിച്ച്. അപ്പോൾ മാത്തമാറ്റിക്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം ജെഇയിലേക്ക് വരുമ്പോൾ, ബോർഡ് എക്സാമും NCERTയും അല്ലെങ്കിൽ ജെഇ ഒക്കെ തമ്മിലുള്ള മാത്തമാറ്റിക്സിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല, കുറച്ച് നേരമുള്ളൂ. പക്ഷെ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നീട് നിങ്ങളിത് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സങ്കടം തോന്നുന്നത് മുന്നേ അറിയേണ്ട കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ഇപ്പം തന്നെ പറയുന്നത്. ഇപ്പം തന്നെ അത് ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പം മാത്തമാറ്റിക്സ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ളതാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം ജെഇയിൽ 3 സബ്ജക്റ്റാണുള്ളത്. ഈ 3 സബ്ജക്റ്റിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന് ഈക്വൽ വെയിറ്റേജ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോർ സബ്ജക്റ്റ് റിക്വയർമെൻ്റ് ആണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമ്മൾ മാത്തമാറ്റിക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ജെഇ ആസ്പിരൻസ് ആവുന്നതും അതുപോലെ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ടെക്നോളജി മേഖലയിലൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ടെക്നോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്ട്രോങ് ഫൗണ്ടേഷൻ വേണ്ട ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് എന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി, അതിപ്പോൾ ഏത് എഞ്ചിനീയറിംഗ് കോളേജ് ആയിക്കോട്ടെ, IIT ആയിക്കോട്ടെ, NIT ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലായിക്കോട്ടെ, ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ, അതിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, ബയോടെക്നോളജി ആയിക്കോട്ടെ, ഏത് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് നമ്മൾ തിരഞ്ഞെടുത്താലും ഒരു 80 to 85% നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഹൈലി മാത്തമാറ്റിക്കലായിരിക്കും. മാത്തമാറ്റിക്സിൻ്റെ ഫൗണ്ടേഷൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എഞ്ചിനീയറിംഗിലെ സബ്ജക്റ്റുകളെല്ലാം പഠിക്കുന്നുണ്ടാവുക. കാരണം വളരെ സിമ്പിളാണ്. നമ്മൾ എഞ്ചിനീയറിംഗിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ എഞ്ചിനീയറിംഗിൽ റിയൽ വേൾഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. ആ റിയൽ വേൾഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് നമ്മളുടെ ആ പ്രോബ്ലംസിനെ, ആ റിയൽ വേൾഡ് സെനാരിയോനെ മാത്തമാറ്റിക്കലി മോഡലൊക്കെ ചെയ്ത്, പിന്നെ പെന്നും പേപ്പറും ഉപയോഗിച്ചായിരിക്കില്ല, ചിലപ്പോൾ കമ്പ്യൂട്ടർ സിമുലേഷൻസോ കമ്പ്യൂട്ടർ പ്രോഗ്രാംസോ ഒക്കെ ഉപയോഗിച്ച് സോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ലാർജ് സ്കെയിലിൽ മാത്സും മാത്തമാറ്റിക്സിലെ ടൂൾസും ആവശ്യമുണ്ട്. ഓഫ് കോഴ്സ് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ഐഡിയാസ് ഒക്കെ അവിടെ ആവശ്യമുണ്ടെങ്കിൽ തന്നെയും മുന്നിട്ട് നിൽക്കുന്ന സംഭവം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എഞ്ചിനീയറിംഗ് ആസ്പിരൻസ് ആണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു സംഭവമാണ് സ്ട്രോങ് മാത്ത് സ്കിൽസ്. ആൻഡ് മാത്ത് എന്ന് പറയുന്ന സാധനം നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലും അനലിറ്റിക്കൽ സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ മാത്സിന് അത്രയും പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്ന, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ 1ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത്രയും പ്രാധാന്യം കൊടുത്ത് നമ്മുടെ സ്കൂളിലും കരിക്കുലത്തിലൊക്കെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് മാത്സ് എന്ന് മനസ്സിലാക്കാം. ഇനി ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ജെഇൻ്റെ കൂടെ തന്നെ എഴുതുന്ന ചില പരീക്ഷകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കീമ പരീക്ഷ, കുസാറ്റ് പരീക്ഷ, ഇതിനൊക്കെ 50% വെയിറ്റേജ് മാത്തമാറ്റിക്സാണ്. അപ്പോൾ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നതേ മാത്തമാറ്റിക്സാണ്. അപ്പം മാത്തമാറ്റിക്സ് ആണ് അവിടെ എന്താണ് ഏറ്റവും ലാർജ് സ്കെയിലിൽ റോള് പ്ലേ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ജെഇ അഡ്വാൻസ് പോലുള്ളൊരു പരീക്ഷ എടുത്തു എന്ന് വെച്ചോ. ജെഇ അഡ്വാൻസ് പോലുള്ളൊരു പരീക്ഷയിലേക്ക് വരികയാണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ ഒരു മിനിമം കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? IITയിലൊക്കെ ജെഇ അഡ്വാൻസ് വഴി എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്രയും പ്രാധാന്യം മാത്തമാറ്റിക്സിനുണ്ട്. ഇനി നിങ്ങൾ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ജെഇക്ക് വേണ്ടിയിട്ട് മാത്സ് അത്ര ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഫിസിക്സ് കെമിസ്ട്രി നന്നായി പഠിച്ചാൽ മതി എന്ന് പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താ? ഇതിൻ്റെ യാഥാർത്ഥ്യം വളരെ സിമ്പിളാണ്. ഓഫ് കോഴ്സ് എക്സാം എടുക്കുകയാണെങ്കിൽ ഈക്വൽ വെയിറ്റേജ് ആണ് ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്തമാറ്റിക്സിനും ഉള്ളത്. ആൻഡ് അതേപോലെ തന്നെ പരീക്ഷാ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സിനേക്കാൾ എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറുമാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും പരീക്ഷയിൽ ഹയർ സ്കോർ നേടാൻ പറ്റുന്ന സബ്ജക്റ്റ് മാത്സിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിസിക്സ് കെമിസ്ട്രിയിലേക്ക് പറ്റും. പക്ഷേ ഇതിലെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഫിസിക്സും കെമിസ്ട്രിയും +1 +2 ഹൈലി മാത്തമാറ്റിക്കലാണ്, ഹൈലി ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഹൈലി ന്യൂമറിക്കൽ സ്കിൽസൊക്കെ വേണ്ട സംഭവമാണ്. അതുകൊണ്ട് തന്നെ മാത്സ് നന്നായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയിലൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം മാത്സിൽ ഉപയോഗിക്കുന്ന വെക്ടേഴ്സ്, ട്രിഗ്നോമെട്രി, ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ്സിൻ്റെ ഐഡിയാസ്, കോർഡിനേറ്റ് ജോമെട്രിയുടെ ഐഡിയാസ്, വെക്ടേഴ്സിൻ്റെ ഐഡിയാസ്, കാൽക്കുലസിലെ ഐഡിയാസ്, ഇതെല്ലാം നിരന്തരം ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ കടന്നു വരുന്ന സംഭവങ്ങളാണല്ലോ. അപ്പം ഫിസിക്സും കെമിസ്ട്രിയും നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞത് മാത്ത് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് മാത്സ് നന്നായിട്ട് ഇഷ്ടമായിരുന്നു, നന്നായിട്ട് മാത്സ് അറിയാവുന്നത് കൊണ്ടാണ് IIT പോലത്തെ സ്ഥലത്തൊക്കെ എത്താൻ പറ്റിയത്. ഇപ്പോൾ ഞാൻ IITയിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നോക്കുമ്പോൾ ഇവരെല്ലാവരെയും മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ മാത്ത് നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പം മാത്ത് നല്ല സ്ട്രോങ് ആവണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാത്സ് സ്ട്രോങ് ആയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ?
ഫിസിക്സ് കെമിസ്ട്രിയിൽ നല്ല മാർക്ക് ജെയ്മെയിൽ നേടാൻ പറ്റുള്ളൂ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാത്സ് ആണ് ടോപ്പ് റാങ്കുകൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി വഴി നമുക്ക് എത്ര കിട്ടുള്ളൂ? മാക്സിമം 200 മാർക്ക് കിട്ടുള്ളൂ. അതിക്ക് മേലെ സ്കോർ ഉയർത്തേണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോണത്? മാത്തമാറ്റിക്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ മാത്തമാറ്റിക്സ് ആണ് ടോപ്പ് റാങ്ക്സ് ഡിസൈഡ് ചെയ്യുന്നത്. ടോപ്പ് റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന സബ്ജക്റ്റ് മാത്സാണ്. മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മിനിമം മാർക്കോ അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് ക്ലിയർ ആകാനുള്ള മാർക്കോ അല്ലെങ്കിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജിലേക്ക് എത്താനുള്ള മാർക്ക് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ നിന്ന് കിട്ടും. അതൊക്കെ മേലെ നിങ്ങൾക്ക് നല്ല റാങ്കുകളിലേക്ക് എത്തണം, ടോപ്പ് കോളേജിൽ എത്തണം, ടോപ്പ് ബ്രാഞ്ചിലേക്ക് എത്തണമെങ്കിൽ അത് ഡിസൈഡ് ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ആണ്. അപ്പം മറക്കരുത്, ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയണം മാത്സ് ഇമ്പോർട്ടൻ്റ് അല്ല, മാത്സ് പഠിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. മാത്തമാറ്റിക്സ് വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. യെസ്. അപ്പോൾ ഇനി അത് പരീക്ഷയുടെ സമയത്ത് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രാറ്റജി ചെറുതായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മാത്തമാറ്റിക്സ് ഫുള്ള് 100% പഠിക്കുക തന്നെ വേണം. പക്ഷേ ഡ്യൂറിങ് ദി എക്സാമിനേഷൻ നമ്മുടെ സമയത്തിൻ്റെ കൺസ്ട്രെയിൻ അനുസരിച്ച് എന്ത് ചെയ്യാം, മേ ബി മാത്സിൽ നമ്മൾ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാതെ മാത്സ് പഠിക്കരുത് എന്നല്ല, മാത്സ് പഠിക്കണം, ഫുൾ സിലബസ് പഠിക്കുക തന്നെ വേണം. ഡ്യൂറിങ് ദി എക്സാമിനേഷൻ നമ്മളുടെ ടൈം കൺസ്ട്രെയിൻ അനുസരിച്ച് മേ ബി യു ക്യാൻ അഫോർഡ് ടു സ്കിപ്പ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. അത് ഡ്യൂറിങ് ദി എക്സാം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഡ്യൂറിങ് ദി എക്സാം നമ്മൾ ഏത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണോ എന്നുള്ള ഐഡിയ ഉണ്ടാവണമെങ്കിൽ പോലും നമുക്ക് മാത്സിൽ നല്ല സ്ട്രോങ് സ്കിൽ ഉണ്ടാവണം എന്ന് മനസ്സിലാക്കുക. ആൻഡ് അതേപോലെ തന്നെ IIT-ലൊക്കെ എത്തണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടുത്തെ അൾട്ടിമേറ്റ് സ്കില്ല് എന്ന് പറയുന്നത് മാത്ത് സ്കില്ലാണ് എന്ന് മനസ്സിലാക്കുക. കാരണം അതിലത്തെ JEE അഡ്വാൻസിലെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഇൻ പെർട്ടിക്കുലർ ഹൈലി മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്ന പേപ്പേഴ്സ് തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് പല ആളുകളും ജെയിൻ്റെ മാത്സ് ടഫാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നത്? പല ആളുകളും മാത്സ് ടഫാണ് എന്ന് നിങ്ങളൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അതിനുള്ള കാരണം എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 ഒക്കെ കഴിഞ്ഞു, ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ ജെയിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ബോർഡ് എക്സാമിന് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ NCERT എന്ന് പറഞ്ഞ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അപ്പോൾ പലപ്പോഴും പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ NCERT പുസ്തകം എടുത്താൽ NCERT ആക്ച്വലി 4 പുസ്തകങ്ങളാണുള്ളത്. +1 NCERT ഉണ്ട്, +1 NCERT എക്സാംപ്ലർ പ്രോബ്ലം ബുക്ക് ഉണ്ട്, +2 NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, +2 NCERT എക്സാംപ്ലർ പ്രോബ്ലം ബുക്ക് ഉണ്ട്. അപ്പോൾ ഐഡിയലി ഈ 4 ബുക്ക് ചേർന്നതാണ് NCERT സിലബസ് ഉൾക്കൊള്ളുന്ന മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കുകൾ. പലപ്പോഴും നമ്മൾ ഈ ബുക്കുകളിലുള്ള മുഴുവൻ പ്രോബ്ലംസ് ഒന്നും ചെയ്ത് നോക്കാറില്ല, കാരണം അതിൻ്റെ ആവശ്യം വരാറില്ല. ബോർഡ് എക്സാമിന് വരുന്ന പല ചോദ്യങ്ങളും നമ്മൾ പ്രീവിയസ് ഇയർ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രീവിയസ് ഇയർ 10 ക്വസ്റ്റ്യൻ എന്ന് 10 വർഷത്തെ എന്ന് പറഞ്ഞാൽ മേ ബി എത്ര, ഒരു 200 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 300 ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവും. അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കിയാൽ തന്നെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളുടെ സ്കൂൾ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകളും, എല്ലാവരും എന്നല്ല, പല ആളുകളും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റ് ബുക്ക് മുഴുവനും A to Z ഒന്നും സോൾവ് ചെയ്യാൻ മെനക്കെടാറില്ല. അപ്പോൾ NCERT പുസ്തകം അത്രയും ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്, കാരണം ഇത് ബേസിക് സംഭവമാണ്. ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ NCERT പഠിക്കുന്ന പല ആളുകളും ചിലപ്പോൾ മാത്തമാറ്റിക്സ് NCERT അത്ര ഗൗനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ NCERT പുസ്തകം എന്ന് പറഞ്ഞാൽ ഇത്രയും പുസ്തകത്തിൽ നിറയെ പ്രോബ്ലംസ്, എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മിസ്സലേനിയസ് എക്സാമ്പിൾസ് ഉണ്ട്, മിസ്സലേനിയസ് എക്സസൈസ് ഉണ്ട്. ഇതിനെല്ലാം പുറമെ എക്സാംപ്ലർ പ്രോബ്ലം ബുക്കിൽ നിറയെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ബോർഡ് എക്സാമിന് ചിലപ്പോൾ ഇത് മുഴുവൻ കവറേജ് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ജെയിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? NCERT ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും എന്താണ്, മാത്സിൽ ഓൾറെഡി നമ്മൾ +1 +2 പഠിക്കേണ്ട NCERT പുസ്തകം മേ ബി പല കാരണങ്ങൾ കൊണ്ട്, നമ്മളുടെ കാരണമായിരിക്കില്ല, പല സിസ്റ്റം അത്രമാത്രം അത് ഡിമാൻഡ് ചെയ്യാത്തത് കൊണ്ട്, നമ്മൾ അത്രമാത്രം അതിനുവേണ്ടി ഗൗനിക്കാത്തത് കൊണ്ട്, നമ്മൾ അത് ഫുള്ള് കവർ ചെയ്യാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അത് ഇപ്പം നമുക്കറിയാം +1 +2 എത്തിക്കഴിഞ്ഞാൽ കുറേയൊക്കെ മെക്കാനിക്കലായിട്ടും പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടാവുക. ആ പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ട് ബോർഡ് എക്സാമിന് എന്ത് വേണോ അതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, മാത്സ് പഠിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം +1 +2 എത്തിക്കഴിഞ്ഞാൽ കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി അതേ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, പക്ഷേ ചിലപ്പോൾ
ജെയ്ക്കൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഒറിജിനൽ പ്രോബ്ലംസ് ആയിരിക്കും, നമ്മൾ മുന്നേ കാണാത്ത പ്രോബ്ലം ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ മുന്നേ കാണാത്ത പ്രോബ്ലം വന്നാൽ എങ്ങനെ ചെയ്യാൻ പറ്റണം? അതിന് നമുക്ക് ഒറിജിനൽ തിങ്കിങ് വേണം. ഓക്കെ, അപ്പോൾ മേ ബി ആ ഒറിജിനൽ തിങ്കിങ് ഒന്നും പലപ്പോഴും നമ്മുടെ സിസ്റ്റം അത് ഡിമാൻഡ് ചെയ്യാറില്ല നമ്മുടെ സ്കൂളിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്തിലുണ്ടാവും, ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. ഇനി നമ്മളൊരാൾ ഫുള്ള് NCERT ഫുള്ള് പക്ക ചെയ്തു എന്ന് കരുതിക്കോ, എന്നാൽ പോലും ജെയ്യുടെ ക്വസ്റ്റ്യനുകളുടെ നിലവാരം, സിലബസ് സെയിം ആണ്, പക്ഷെ പ്രോബ്ലങ്ങളുടെ നിലവാരം എന്ന് പറയുന്നത് ഒരുപാട് മുകളിലാണ്. ഇപ്പൊ ഫിസിക്സ് കെമിസ്ട്രി അങ്ങനല്ല. ഫിസിക്സ് കെമിസ്ട്രി ഒരാൾ NCERT മുഴുവൻ അരച്ച് കലക്കി പഠിച്ചാൽ അയാൾക്ക് ജെയ്ക്ക് വരുന്ന എല്ലാ ചോദ്യങ്ങളും ഓൾമോസ്റ്റ് 100% സോൾവ് ചെയ്യാൻ പറ്റും. എന്നാൽ മാത്തമാറ്റിക്സിൽ NCERTക്ക് കുറച്ചും കൂടി മുകളിലാണ് നമ്മുടെ ജെയിൻ്റെ പ്രോബ്ലംസ്. സിലബസ് സെയിം ആണെങ്കിലും പ്രോബ്ലങ്ങളുടെ നിലവാരം നിൽക്കുന്നത് മുകളിലാണ്. അപ്പം അങ്ങനെയും ഒരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചില പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട്, അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ സ്കൂളിൽ നിന്ന് അത്രയും റിഗറസ് ആയിട്ട് പഠിച്ചിട്ടില്ല. സ്കൂളിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ലാസ്റ്റ് മിനിറ്റ് ഒരു മെമ്മറൈസേഷൻ മോഡലിലൊക്കെ പഠിച്ചു മനസ്സിലാക്കാതെയൊക്കെ പലപ്പോഴും നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് അതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന ഫുൾ സിലബസ് അല്ലെങ്കിൽ NCERT പുസ്തകത്തെക്കാൾ ഒരുപാട് മേലെയൊക്കെയാണ് ജെയിൻ്റെ മാത്തമാറ്റിക്സ് വരുന്നത്. ഇതൊക്കെ കൊണ്ടാണ് സാധാരണഗതിയിൽ മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. ശരി, അപ്പോൾ നെക്സ്റ്റ് നിങ്ങളുടെ ചോദ്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ, മാത്സ് എങ്ങനെ നന്നായിട്ട് പഠിക്കാൻ പറ്റും, എങ്ങനെയാണ് മാത്സിൽ നമുക്ക് നല്ല സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക? അപ്പോൾ മാത്സിൽ നല്ല സ്കില്ല് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ NCERT പുസ്തകം നമുക്ക് തുറവായിട്ട് അറിയണം. NCERT പുസ്തകത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ജെയ്ക്ക് വരുമോ എന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട്. എല്ലാ വർഷവും ജെയ് മെയിന് NCERT പുസ്തകത്തിലെ സെയിം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോഡിഫൈഡ് ക്വസ്റ്റ്യൻസ്, സ്ലൈറ്റ്ലി മോഡിഫൈഡ് ക്വസ്റ്റ്യൻ, അത് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും NCERT എക്സാംപ്ലർ പ്രോബ്ലം ബുക്കിൽ നിന്നൊക്കെ എല്ലാ വർഷവും ജെയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ NCERT പുസ്തകം നമുക്ക് തുറവായിട്ട് അറിയണം. അതിലത്തെ ക്വസ്റ്റ്യനുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കവർ ചെയ്യാൻ പറ്റണം. ഇനി ജെയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജെയിൻ്റെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തു നോക്കേണ്ടത്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് തന്നെ ധാരാളമാണ്. അപ്പോൾ അത് തന്നെ ധാരാളം ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് NCERT ചെയ്യാൻ അറിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പ്രീവിയസ് ഇയർ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് തമ്മിലുള്ള ലെവലിലുള്ള വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ NCERT നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയും പിന്നെ എന്ത് ചെയ്യണം, ധാരാളം പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം നമ്മളെല്ലാവരും സാധാരണ മനുഷ്യന്മാരാണ്. എക്സ്ട്രാ ഓർഡിനറി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള രാമാനുജനോ അല്ല അങ്ങനത്തെ ആളുകളൊന്നും അല്ല. നമ്മൾ സാധാരണ ഇൻ്റലിജൻറ്റ്, നമുക്ക് നല്ല ഇൻ്റലിജൻസ് ഉണ്ട്. പക്ഷെ ആ ഇൻ്റലിജൻസ് ഷാർപ്പൻ ചെയ്യാൻ, നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഷാർപ്പൻ ചെയ്യാനുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ പ്രാക്ടീസാണ്. ധാരാളം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാൻ എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ ധാരാളം പ്രോബ്ലംസ് ചെയ്ത് തന്നെയാണ് ഞാൻ മാത്സ് പഠിച്ചുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നു, ജെയ് ക്രാക്ക് ചെയ്യാൻ വേണ്ട അൾട്ടിമേറ്റ് സ്കിൽ എന്ന് പറയുന്നത് KPS എന്ന് ഞാൻ വിളിക്കുന്ന നാക്ക് ഓഫ് പ്രോബ്ലം സോൾവിങ് ആണ്. ആൻഡ് നാക്ക് ഓഫ് പ്രോബ്ലം സോൾവിങ് ഉണ്ടാക്കിയെടുക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ പ്രാക്ടീസാണ്. ഓക്കെ, തറോ പ്രാക്ടീസാണ് നമുക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കും. ധാരാളം പ്രോബ്ലംസ് ചെയ്ത് അപ്പോൾ സ്വാഭാവികമായിട്ട് ധാരാളം സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് വേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം എന്താണെന്ന് വെച്ചാൽ, 2025 ജെയ്ക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സൈലം ഇതിന് എന്താണ് പ്ലാൻ ചെയ്യുന്നത് മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട്? അപ്പോൾ അതിൽ ഞാൻ പറയട്ടെ, നമ്മൾ അടുത്ത കൊല്ലം 2025 മാത്തമാറ്റിക്സിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ എല്ലാ പെയിൻ പോയിന്റുകളും, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ മെറ്റീരിയൽസും ക്ലാസ്സുകളും നമ്മുടെ സിസ്റ്റംസും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ മെറ്റീരിയൽസ് NCERT ഉൾപ്പെടെ കവർ ചെയ്യും. NCERTയിലെ പ്രോബ്ലംസ് ഉൾപ്പെടെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളെ മെറ്റീരിയൽസ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാം. നമുക്ക് നിങ്ങൾക്ക് തരുന്ന കണ്ടന്റ് NCERT ഉൾപ്പെടെ ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ NCERTയിൽ നിന്ന് തുടങ്ങി കീമിലെ ക്വസ്റ്റ്യൻസും ജെയ് മെയിൻ ക്വസ്റ്റ്യൻസും ഈവൻ ജെയ് അഡ്വാൻസ് ക്വസ്റ്റ്യൻസും ഒക്കെ സോൾവ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളുടെ മെറ്റീരിയൽ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതേപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ ബേസിക്സ് ഓൺവേർഡ്സ് ക്ലാസ്സുകൾ എടുത്തു തരും എന്നുള്ളത് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം പറഞ്ഞല്ലോ, നമുക്ക് ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കണ്ടന്റിൽ ലാർജ് നമ്പർ ഓഫ് പ്രോബ്ലംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഹ്യൂജ് നമ്പർ ഓഫ് പ്രോബ്ലംസ് നിങ്ങൾക്ക് തരും, ക്ലാസ്സിലും ചെയ്യും. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ വേറൊന്ന് ചെയ്തിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും മാത്തമാറ്റിക്സിന് കൂടുതൽ സമയം വേണ്ടി വരില്ലേ? ഉണ്ട്. അപ്പോൾ മാത്തമാറ്റിക്സിന് കുറച്ചും കൂടി സമയം എടുത്ത് പഠിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇപ്രാവശ്യത്തെ സംഭവങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ജെയ് ആസ്പിരൻ്റ് ആണെങ്കിൽ വലിയൊരു റോളുള്ളത് മാത്തമാറ്റിക്സിനാണ്. അപ്പോൾ മാത്ത് എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ അൾട്ടിമേറ്റ് സ്കില്ലായിട്ട് വേണ്ടത്, എസ്പെഷ്യലി ഇഫ് യു ആർ ആസ്പയറിംഗ് ടു ബിക്കം എൻ എഞ്ചിനീയർ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്
എന്നാൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന ചില ഗ്യാപ്പുകൾ ഉണ്ടാവുമല്ലോ, ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ മെറ്റീരിയൽസും ക്ലാസ്സുകളും നമ്മുടെ സിസ്റ്റംസും ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മെറ്റീരിയൽ ബേസിക്സ് ഓൺവേർഡ്സ് NCERT ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കവർ ചെയ്തിട്ടാവും പോകുന്നുണ്ടാവുക. ലാർജ് നമ്പർ ഓഫ് പ്രോബ്ലംസ് നിങ്ങൾക്കായിട്ട് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ സമയം മാത്തമാറ്റിക്സിന് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ടീച്ചേഴ്സ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോയി സിസ്റ്റം നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യുക. ഈ നമ്മൾ തരുന്ന സ്ട്രാറ്റജി കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ക്ലാസ് മുറികളിൽ കണ്ടുമുട്ടാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന പല ആളുകളുണ്ടും. അവരുടെ അടുത്തൊരു കാര്യം കൂടി പറയാം. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ബേസിക് മാത്തമാറ്റിക്സ് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഹൈസ്കൂളിൽ മറന്നുപോയ പല കാര്യങ്ങളും ഉണ്ടാവും. ഹൈസ്കൂളിൽ പഠിച്ച പല കാര്യങ്ങളും ഉണ്ടാവും, അത് ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. ഈവൻ അരിത്തമെറ്റിക്സ് ഓൺവേർഡ്സ് നമ്മൾ ഹൈസ്കൂളിൽ പഠിച്ച ഇക്വേഷൻസ് സോൾവ് ചെയ്യലും ബേസിക് ആൾജിബ്രയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ബ്രഷപ്പ് ചെയ്യുക. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മാത്സിന് കൂടുതൽ സമയം കൊടുത്ത് മാത്സിന് കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കുന്ന ഒരു അപ്രോച്ചിൽ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ എൻട്രൻസ് എക്സാംസും, അത് JEE ആയിക്കോട്ടെ, JEE അഡ്വാൻസ് ആയിക്കോട്ടെ, കീം ആയിക്കോട്ടെ, കുസാറ്റ് ആയിക്കോട്ടെ, ബാക്കി എൻട്രൻസ് എക്സാംസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്സ് പഠിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ലവ്. യു ഹാവ് ടു ലവ് മാത്തമാറ്റിക്സ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കി പഠിക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്. ഈ 3 സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ മെമ്മറൈസ്, റീപ്രൊഡ്യൂസ്, ഫോർഗെറ്റ് എന്നുള്ള മെക്കാനിസം പല ആളുകളും, എല്ലാവരെ കുറിച്ചല്ല പറയുന്നത്, പല ആളുകളും ചെയ്തിട്ടുണ്ടാവുക. മെമ്മറൈസ്, റീപ്രൊഡ്യൂസ് ഫോർ എക്സാം ആൻഡ് ദെൻ ഫോർഗെറ്റ്, അടുത്ത കൊല്ലത്തേക്ക് ഇത് മറന്നു പോയിട്ടാണ്. അതിന് പകരം ലവ് ദ സബ്ജക്റ്റ്, മാത്സ് ഇഷ്ടപ്പെടുക, അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കി പഠിക്കുക, ആൻഡ് ദെൻ പ്രാക്ടീസ്. ആ പ്രാക്ടീസിൽ കൂടെ യു ക്യാൻ ബിക്കം എ മാസ്റ്റർ ഓഫ് മാത്തമാറ്റിക്സ്. സീ യു സൂൺ. ബൈ.